എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഏതൊക്കെ രീതിയിലേക്ക് ഡിസ്കഷൻസ് പോകുമെന്നും ഏതൊക്കെ രീതിയിൽ ആ കോൺട്രവേഴ്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് നല്ല വ്യക്തമായിട്ടും ബോധ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് കൈതപ്രം അവിടെ ഒരു ആത്മസമീപനം പാലിച്ചത്. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. വിമർശനവും സുദർശനവും ഒക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിങ്ങൾ അവാർഡ് നിശ്ചയിച്ച ആളുകളോട് പോയി ചോദിക്കുക ഈ ചോദ്യങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ അദ്ദേഹം കൊടുത്തു. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിരുന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് വേടനെതിരെ കൈതപ്രം ഈ പറയുന്ന ജാതീയ അധിക്ഷേപം നടത്തി, അല്ലെങ്കിൽ വേടനെതിരെ കൈതപ്രം പറഞ്ഞ വാക്കുകൾ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള മെഴുകലുകൾ നമ്മൾ കാണേണ്ടി വന്നേനെ. ഇത് ചെറിയൊരു കാര്യം മാത്രമാണ്, ഇതൊരു സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേടൻ അവാർഡ് കിട്ടിയതിന്റെ പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ അത് ഏതൊക്കെ തലത്തിലേക്കാണ് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പെണ്ണ് പിടിയനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ അവാർഡ് ലഭിക്കും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അവരോട്